ക്രൂശിൽ മരണ ഭീതി തകർത്ത നാഥൻ മുൻ ചെല്ലുന്നതിനാൽ, ക്രൂശിൽ മരണ ഭീതി തകർത്ത നാഥൻ മുൻ ചെല്ലുന്നതിനാൽ, പിൻപേ നാം പോകാം ഈ മോക്ഷയാത്ര അതിവേഗം തീർന്നിടും. ഓ പിൻപേ നാം പോകാം ഈ മോക്ഷയാത്ര അതിവേഗം തീർന്നിടും. പോകണമൊരു നാൾ, പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ TV ആന്റണി അംഗ്ലേശ്വർ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൽ കൂടി ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ ചിന്തയോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, സാംസ് ചാപ്റ്റർ 50 വേഴ്സ് 5. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ആസാഫാണ്. ആസാഫ് തൻ്റെ വരികളിൽ ഇങ്ങനെ പറയുകയാണ്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. പഴയ നിയമകാലത്ത് അനേക ദൈവദാസന്മാർ യാഗം അർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ മോശയുടെ സമയത്താണ് പഴയ നിയമം സ്ഥാപിതമാകുന്നത്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 4 തൊട്ട് 8 വരെക്കുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 6-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. ഒരു കാളയുടെ രക്തം എടുത്ത് അതിൻ്റെ പകുതി രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു എന്നാണ് നമ്മളോട് വായിക്കുന്നത്. യാഗപീഠത്തിന്മേൽ വരാൻ പോകുന്നതായ വലിയൊരു യാഗത്തിൻ്റെ ഓർമ്മയാണ് ഇവിടെ കാണിക്കുന്നത്. ആ യാഗപീഠത്തിന്മേൽ പകുതി രക്തം തളിച്ച് ശുദ്ധീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു, ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അതിൻ്റെ പകുതി രക്തം ജനത്തിൻ്റെ മുകളിലേക്ക് തെളിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. ഇതാണ് പഴയ നിയമം എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇത് കാളയുടെ രക്തമാണ്. എന്നാൽ പുതിയ നിയമം നാം കാണുന്നത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26 തൊട്ട് 28 വരെക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. എങ്കിലും അതിൻ്റെ 28-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണിത്. കർത്താവായ യേശു ക്രിസ്തു ഏകദേശം 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. 30 വർഷം തൻ്റെ മാതാപിതാക്കളോട് അനുസരണമുള്ളവനായി താൻ ജീവിച്ചു. എന്നാൽ 3.5 വർഷം താൻ ഈ ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അന്ത്യസമയത്ത് തൻ്റെ ജീവനെ നൽകുകയും ചെയ്തു. പലവിധമായിട്ടുള്ള അത്ഭുതങ്ങൾ താൻ ചെയ്തു. കണ്ണില്ലാത്തവർക്ക് കണ്ണുകളെ നൽകി, കാലുകളില്ലാത്ത മുടന്തരായിരിക്കുന്നവർക്ക് കാലുകളെ നൽകി, കൈ ഉണങ്ങിയിരിക്കുന്ന മനുഷ്യൻ്റെ കൈ നിവർത്തിച്ചു, മരിച്ച വ്യക്തികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് നൽകി പോഷിപ്പിച്ചു. ഇങ്ങനെയുള്ള
ഇന്ന് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള അത്ഭുതകരമായ അനേകവിധമായ കാര്യങ്ങൾ കർത്താവ് ചെയ്തു. അന്ത്യസമയത്ത് കർത്താവ് തൻ്റെ രക്തം നൽകുന്നതിന് തൊട്ട അടുത്ത് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന വാക്കുകളാണിത്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ രക്തമൊഴുക്കിയാണ് താൻ ക്രൂശിൽ മരിച്ചത്. തൻ്റെ തലയിൽ മുൾക്കിരീടമേന്തി അതിൽ നിന്ന് ധാരധാരയായി രക്തമൊഴുകി. തൻ്റെ കൈകാലുകൾമേൽ ആണികളടിച്ചു, അതിൽ നിന്നും രക്തമൊഴുകി. തൻ്റെ വിലാപുറം കുത്തി തുറന്നു, അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നു. രക്തം തൻ്റെ ശരീരത്തിൽ മുഴുവനായി വാർന്ന് മുഴുവനായി ഒഴുക്കിയ കർത്താവിനെ നമ്മൾ കാണുന്നു. കാരണം അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ രക്താഭിഷേകത്തിനായി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നാം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. കർത്താവിൻ്റെ ക്രൂശുമരണം, ആ സമയത്ത് താൻ ഒഴുക്കിയ രക്തം നമുക്ക് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പായി കർത്താവ് നമുക്ക് സാധിച്ചു തന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഈ ഭൂമിയിലെ അനേകരെ മരണപ്പെടുന്നുണ്ട്. പല വ്യക്തികളും മതത്തിനു വേണ്ടി മരിക്കുന്നവരുണ്ട്. എന്നാൽ യേശു കർത്താവിൻ്റെ രക്തം, ഒരു പാപമില്ലാത്ത നിഷ്കളങ്കമായ രക്തം നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ്റെ ഇന്നത്തെ പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. പാപത്തിന് പരിഹാരമുണ്ടാവുക, അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിനോട് ചേർന്ന് നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം: അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും, അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. താൻ വരുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. തന്നിൽ വിശ്വസിച്ചിരിക്കുന്ന ഭക്തന്മാരെ കർത്താവായ യേശുക്രിസ്തു 4 ദിക്കുകളിൽ നിന്നും താൻ കൂട്ടിച്ചേർക്കും. ആ മഹാദിവസത്തിനായിട്ട് നാം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നാം കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ ഞായറാഴ്ച ദിവസങ്ങൾ നാം കൂടി വന്ന് ആരാധിക്കുന്ന സമയത്ത് അപ്പവും പാനപാത്രവും വെച്ച് നമ്മൾ കർത്താവിനെ ഓർക്കുന്നു. എന്നാൽ അതിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാപത്തിന് പരിഹാരമായ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള പാപക്ഷമയാണ്. ഈ ഭൂമിയിൽ എത്രമാത്രം നല്ല പ്രവർത്തികൾ ചെയ്താലും ഇത് കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ വിശ്വാസത്താൽ പാപത്തിന് ക്ഷമ ലഭിക്കുന്നു എന്നുള്ള വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ തന്നിൽ വിശ്വസിച്ച ഭക്തന്മാരെ 4 ദിക്കുകളിൽ നിന്നും താൻ കൂട്ടിച്ചേർക്കും. ആ വലിയ ദിവസത്തിനായിട്ട് ഇന്ന് കാത്തിരിക്കുകയാണ്. നാം സങ്കീർത്തനം 50-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. വിശുദ്ധന്മാരായിരിക്കുന്ന വ്യക്തികളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടും. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ജീവിച്ച് മരിച്ചുപോയ ഭക്തന്മാർ ആ സമയം ഉയർത്തെഴുന്നേൽക്കും. അന്ന് ജീവിച്ചിരിക്കുന്ന ഭക്തന്മാർ അവർ ജീവനോടെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. എത്രയോ മഹത്വകരമായ കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്.
യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടി വരും, അവരെ കൂട്ടിവരുത്തും എന്നുള്ളതുകൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പഴയ നിയമം മൃഗങ്ങളുടെ രക്തത്താൽ നിയമമായിരിക്കുന്ന പഴയ നിയമത്തെ നമ്മൾ കാണുന്നു. എന്നാൽ പുതിയ നിയമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ തന്നെയാണ് നിയമിതമായിരിക്കുന്നത്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അവൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.